Hi students, welcome back to our lecture. Hope you all are doing well. In last class we discussed about the degrees of elasticity of demand, and we discussed on 5 degrees. The first one perfectly inelastic demand, the second one inelastic demand, the third unitary elastic, the fourth elastic demand, and the fifth perfectly elastic. In today's lecture, we will be discussing about the price elasticity on a linear demand curve. A linear demand curve in the sense that a straight line demand curve. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. എന്താണ് ലീനിയർ ഡിമാൻഡ് കർവ്? ഗ്രാഫിൽ കാണുന്നത് പോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഡിമാൻഡ് കർവിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അഥവാ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനുമേൽ എങ്ങനെയാണ് ഡിമാൻഡ് കർവ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അളക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മുമ്പ് ഇലാസ്റ്റിസിറ്റിയുടെ തുടക്കത്തിൽ ഒരു പോയിന്റിലുള്ള ഇലാസ്റ്റിസിറ്റി എങ്ങനെ അളക്കണം, ഇക്വേഷൻ വെച്ച് എങ്ങനെ അളക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഹിയർ വി ആർ ലേണിംഗ് ഹൗ ടു മെഷർ ഇലാസ്റ്റിസിറ്റി ഇൻ എ ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ ഇലാസ്റ്റിസിറ്റിയെ അളക്കാം എന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. When demand curve is linear, the price elasticity can be computed graphically. ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ആയാൽ മാത്രമാണ് ഗ്രാഫിക്കലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി അളക്കാൻ കഴിയുക. എന്നാൽ നേരെ മറിച്ച് എന്താണ് കോൺവെക്സ് കോൺകേവ് രീതിയിലുള്ള ഗ്രാഫാണെങ്കിൽ കർവ് ആണെങ്കിൽ നമുക്കവിടെ ഗ്രാഫിക്കലി ഇലാസ്റ്റിസിറ്റി അളക്കുക സാധ്യമല്ല. അതായത് നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ഇത്തരത്തിലുള്ള വളഞ്ഞ ഗ്രാഫുകളാണെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിക്കലി നമുക്ക് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഗ്രാഫുകളിൽ നമ്മൾ എന്താണ് ഇക്വേഷൻ, ഇവിടെ പഠിച്ച ഇത്തരത്തിലുള്ള ഇക്വേഷനുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗ്രാഫുകളിൽ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇലാസ്റ്റിസിറ്റി അറ്റ് എനി വൺ പോയിന്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ടു ദ അപ്പർ പാർട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈനിന്മേൽ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി അറ്റ് എനി വൺ പോയിന്റ്, ഏത് പോയിന്റിലുള്ള ഇലാസ്റ്റിസിറ്റിയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ടു ദ അപ്പർ പാർട്ട്. അഥവാ അത് ഒരു റേഷ്യോ ആണ്, റേഷ്യോ അല്ലെങ്കിൽ ഡിവിഷൻ. നമുക്ക് അടിയിലുള്ള ദ റേഷ്യോ ഓഫ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അടിയിലുള്ള ഭാഗം ഹരിക്കണം മുകളിലുള്ള ഭാഗം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇലാസ്റ്റിസിറ്റി കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്രാഫിലുള്ള പോയിന്റ് ഡി എന്ന പോയിന്റിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് കണക്കാക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ അത് കണക്ക് കൂട്ടും? It is a ratio of the lower part of the straight line to the upper part. DE അതാണ് ലോവർ പാർട്ട്. ഡി എന്ന പോയിന്റിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് അളക്കേണ്ടത്. അതിനുള്ള അടിയിലുള്ള ഭാഗമാണ് എന്ത്, DE. DE by AD, DE by AD എന്ന രീതിയിലാണ് ഇലാസ്റ്റിസിറ്റി നമ്മൾ അളക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിക്കലി ഇലാസ്റ്റിസിറ്റി അളക്കുന്നത്? ഏത് പോയിന്റിലാണോ നമുക്ക് ഇലാസ്റ്റിസിറ്റി എടുക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ബി എന്ന പോയിന്റിലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി എടുക്കേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ ബൈ എന്ന രൂപത്തിൽ എഴുതിയില്ലേ, അതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുക അഥവാ ഹരിക്കുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ബി എന്ന പോയിന്റിലാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി അളക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ അളക്കും? BE എത്രയാണ് BE എന്നതിൻ്റെ അളവ്, അത് ബൈ BE ബൈ AB, BE ഹരിക്കണം AB. ഈ രീതിയിലാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അളക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റ് അറ്റ് ദ മിഡ് പോയിന്റിൽ അഥവാ ആ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റി. കാരണം എന്താണ് യൂണിറ്റി എന്നാൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. What is the reason? Because at midpoint both the parts are equal. Midpoint, ഇവിടെ മിഡ് പോയിന്റ് ഏതാണ്, സി എന്ന പോയിന്റാണ് മിഡ് പോയിന്റ് വരുന്നത്. CE
അതുപോലെ തന്നെ സി എ, ഈ രണ്ടും എന്താണ് ഒരേ അളവിലുള്ളത് കൊണ്ട് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റി. അപ്പോൾ സി ഇ ബൈ എ സി രണ്ടും അളവ് ഒന്നായതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റി. ഡിമാൻഡ് കർവ് ഈസ് ഇലാസ്റ്റിക് എബവ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റിന് മുകളിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഇലാസ്റ്റിസിറ്റി എന്താണ്? ഈസ് ഡിമാൻഡ് കർവ് ഈസ് ഇലാസ്റ്റിക്, അഥവാ ഇലാസ്റ്റിസിറ്റി ഈസ് മോർ ദാൻ 1 ദാൻ ദ അപ്പർ പാർട്ട്. എങ്ങനെയാണ്? ഉദാഹരണത്തിന് നോക്കുക. മിഡ് പോയിന്റിന് മുകളിലുള്ള പോയിന്റാണ് ബി. ബി എന്ന പോയിന്റ് എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി അളക്കുന്നത്? ബി ഇ ഹരിക്കണം എ ബി. അപ്പോൾ ബി ഇ എത്രയാണ്? എ ബിയേക്കാൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? മിഡ് പോയിന്റിന് മുകളിലുള്ള ഏത് ഭാഗം എടുത്താലും അവിടെ ഇലാസ്റ്റിസിറ്റി 1ൽ കൂടുതലായിരിക്കും. അഥവാ നമ്മളെന്ത് പറയും? ഡിമാൻഡ് കർവ് ഈസ് ഇലാസ്റ്റിക്. ഇനി മിഡ് പോയിന്റിൻ്റെ അടിയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻഇലാസ്റ്റിക്. ദ ഡിമാൻഡ് കർവ് വിൽ ബി ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കാരണം എന്താണ് ഇലാസ്റ്റിക്, എന്താണ് ഇൻഇലാസ്റ്റിക്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് ഈസ് ഇൻഇലാസ്റ്റിക്. വെൻ ദ ഡിമാൻഡ് കർവ് ബിക്കംസ് ഇൻഇലാസ്റ്റിക്, ഇറ്റ്സ് വെൻ ഇറ്റ് ഈസ് ദ ബിലോ ദ മിഡ് പോയിന്റ്, ബിക്കോസ് ദ ലോവർ പാർട്ട് ഈസ് ഷോർട്ടർ ദാൻ ദ അപ്പർ പാർട്ട്. ലോവർ പാർട്ട് പോയിന്റ് ഡി ആണ് നമ്മൾ എടുക്കുന്നത്. ലോവർ പാർട്ട് ഏതാണ്? കർവിൻ്റെ ലോവർ പാർട്ട് ഡി ഇ ഈസ് അതെന്തിനേക്കാൾ ചെറുതാണ്? അപ്പർ പാർട്ട് എ ഡി എന്ന അപ്പർ പാർട്ടിനേക്കാൾ ചെറുതാണ് ഡി ഇ. അപ്പോൾ ഡി ഇ ബൈ എ ഡി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 1നേക്കാൾ കുറവായിരിക്കും നമുക്ക് ഇലാസ്റ്റിസിറ്റി കിട്ടുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും പഠിച്ചു. ഇപ്പോൾ പോയിന്റ് എന്താണ്? ഇ എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇ എന്ന പോയിന്റിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. കാരണം മിഡ് പോയിന്റിന് അടിയിലുള്ള ഏത് ഭാഗവും ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇ എന്ന പോയിന്റ് ഈക്വൽ ടു അവിടെ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇ എന്ന പോയിന്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. നേരെ മറിച്ച് മിഡ് പോയിന്റിന് മുകളിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എന്താണ്? ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് ആൻഡ് പോയിന്റ് എ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അതാണ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തിട്ടുള്ളത്. Thus, elasticity is a negatively sloped demand curve. Of a negatively sloped demand curve varies between infinity at the price axis to 0 at the quantity axis. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് അഥവാ താഴത്തേക്ക് സ്ലോപ്പായ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ്? വേരീസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി അറ്റ് പ്രൈസ് ആക്സിസ്. ഇവിടെ മുകളിലേക്ക് പോകുന്ന ലൈനാണ് എന്ത്? പ്രൈസ് ആക്സിസ്. പ്രൈസ് എന്ന് കൊടുത്ത് മുകളിലേക്ക് ആരോ കൊടുത്ത ലൈൻ. അപ്പോൾ പ്രൈസ് ആക്സിസിൽ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റി, അഥവാ പോയിന്റ് എനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വേരീസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി അറ്റ് ദ പ്രൈസ് ആക്സിസ് ടു 0 അറ്റ് ദ ക്വാണ്ടിറ്റി ആക്സിസ്. അടിയിലൂടെ പോകുന്ന ലൈനാണ് ക്വാണ്ടിറ്റി ആക്സിസ്. അപ്പോൾ അതിൽ പറയുന്ന ആ പോയിന്റിൽ പറയുന്നത് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റിയിൽ നിന്ന് അഥവാ പോയിന്റ് എ ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി പോയിന്റ് ഇ 0 വരെ ഉണ്ട്. ദ സെക്കൻഡ് പോയിന്റ് അറ്റ് ദ പ്രൈസ് ആക്സിസ്, സിൻസ് ക്യൂ ഇസ് ഇക്വൽ ടു 0, ക്വാണ്ടിറ്റി ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റി. പ്രൈസ് ആക്സിസ്, ഇവിടെ പ്രൈസ് ആക്സിസ് അഥവാ പോയിന്റ് എയിൽ ക്യൂ എത്രയാണ്? ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് എന്ത്? ഇൻഫിനിറ്റി ആകുന്നത്. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുന്നത്. തേർഡ് പോയിന്റ്, ആസ് വി മൂവ് ഡൗൺ ദ ഡിമാൻഡ് കർവ് പ്രൈസ് ഫോൾസ്. ഡിമാൻഡ് കർവിലൂടെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ എന്ത്? പ്രൈസ് കുറഞ്ഞു വരുന്നു. ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസസ് സ്റ്റെഡിലി. പ്രൈസ് കുറഞ്ഞു വരുന്നു, ഡിമാൻഡ് കൂടുന്നു. അതോടൊപ്പം തന്നെ ഇലാസ്റ്റിസിറ്റി ഫോൾസ്, ഇലാസ്റ്റിസിറ്റിയും താഴേക്ക് പോകുന്നതോടുകൂടി ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരുന്നു. അറ്റ് ദ ക്വാണ്ടിറ്റി ആക്സിസ് അഥവാ അടിയിലൂടെ പോകുന്ന ലൈനാണ് ക്വാണ്ടിറ്റി ആക്സിസ്, വെർ പി ഇസ് ഈക്വൽ ടു 0. അഥവാ ക്വാണ്ടിറ്റി ആക്സിസ് മേൽ പോയിന്റ് ഇ എന്ന പോയിന്റിൽ എന്താണ്? പ്രൈസ് ഈക്വൽ ടു 0 ആണ്.
ഇലാസ്റ്റിസിറ്റി ഈസ് ഓൾസോ സീറോ. പ്രൈസ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് തന്നെ ഇലാസ്റ്റിസിറ്റി ഈസ് ഓൾസോ ഈക്വൽ ടു സീറോ. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്? എങ്ങനെയാണ് സ്ട്രൈറ്റ് ആയ ഒരു ഡിമാൻഡ് കർവിന്മേൽ ഗ്രാഫിക്കലി എങ്ങനെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. The second topic that we are studying today is determinants of price elasticity of demand. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ദ ഫസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു വസ്തുവിന് എത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടിയും കുറഞ്ഞുകൊണ്ടും ഇരിക്കും. ഇഫ് എ കമ്മോഡിറ്റി ഹാസ് മെനി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ്സ് ഡിമാൻഡ് ഈസ് ലൈക്ലി ടു ബി ഇലാസ്റ്റിക്. ഒരു വസ്തുവിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ അതേ ആവശ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന മറ്റു വസ്തുക്കളെയാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി ഇലാസ്റ്റിക്. അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഡിമാൻഡ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിൽ ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അതിനേക്കാൾ കൂടുതൽ മാറ്റം എന്തിന് സംഭവിക്കുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്നു. ഇഫ് ദ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി റൈസസ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതിൻ്റെ വില ഒന്ന് വർദ്ധിച്ചു, റൈസസ്, ബയേഴ്സ് വിൽ സ്വിച്ച് ടു സം ഓഫ് ദ മെനി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ. അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വില കൂടി, അതിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ വില കുറച്ച് കൂടിയാൽ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? ആ വസ്തു അവിടെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ തേടി ഇറങ്ങും. ഇപ്പോൾ അരി, നമുക്ക് ഒരുപാട് ഐറ്റം അരികളുണ്ട് അല്ലേ? അപ്പോൾ ഒരു തരം അരിയുടെ, ഒരു ബ്രാൻഡ് അരിയുടെ വില കൂടിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കിയിട്ട് മറ്റ് ബ്രാൻഡ് അരി വാങ്ങാൻ തേടിയിറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ആയിരിക്കും. വിലയിൽ കുറച്ച് മാറ്റമുണ്ടായാൽ അഥവാ കൂടിയാൽ അതിൻ്റെ ഡിമാൻഡ് വലിയൊരളവിൽ കുറയും. The greater the possibility of the substitution, the greater the price elasticity of demand for it. സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സാധ്യത കൂടിയാൽ ഇലാസ്റ്റിസിറ്റി കൂടും. If there are few or no close substitutes, demand tend to be inelastic. ഇപ്പോൾ വളരെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ തീരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും? ഇനിലാസ്റ്റിക് ആയിരിക്കും. ഒരു വസ്തു, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും നമ്മളത് ഉപയോഗിക്കുന്ന അളവിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും. കാരണം വില കൂടിയെന്ന് വിചാരിച്ച് അത് ഉപേക്ഷിച്ച് മറ്റൊരു വസ്തുവിലേക്ക് പോകാൻ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടുകളില്ല. ആ വസ്തുവിന് അത് തന്നെ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല. The second determinant, nature of the commodity. ആ വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി. വെദർ ദ കമ്മോഡിറ്റി ഈസ് എ ലക്ഷറി ഓർ എ നെസസിറ്റി, ആർഭാടത്തിനുള്ള വസ്തുവാണോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ള ഒരു വസ്തുവാണോ എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നെസസിറ്റീസ് ആർ പ്രൈസ് ഇനിലാസ്റ്റിക്. നമുക്ക് അത്യാവശ്യമുള്ള വസ്തുക്കൾ എപ്പോഴും പ്രൈസ് ഇനിലാസ്റ്റിക് ആയിരിക്കും. എന്താണ് ഇനിലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വിലയിൽ മാറ്റം കൂടുകയോ കുറവോ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. കാരണം അത് നമ്മുടെ അടിസ്ഥാന ആവശ്യവുമായി ബന്ധപ്പെട്ട വസ്തുവാണ്. അപ്പോൾ അത് എത്രയാണോ ഉപയോഗിക്കുന്ന അളവ് ആ അളവിൽ തന്നെ നമ്മൾ ഉപയോഗിക്കും. ചെറിയ ഒരു മാറ്റം ഉണ്ടാകും എന്നല്ലാതെ വിലക്കനുസരിച്ച്, വില മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇഫ് ദ പ്രൈസ് ഓഫ് എ ബേസിക് നെസസിറ്റി ഇൻക്രീസസ് സേ ബൈ 10%, ഒരു അടിസ്ഥാനപരമായ ഒരു ആവശ്യമുള്ള ഒരു വസ്തുവിൻ്റെ വില 10% വർദ്ധിച്ചു, ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ നോട്ട് പ്രോബബ്ലി ഫോൾ ബൈ ദാറ്റ് പ്രൊപ്പോർഷൻ. അതേ അളവിൽ തന്നെ 10% എന്ത് സംഭവിക്കില്ല? അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരിക്കലും കുറയില്ല. ഓൺ ദ അതർ ഹാൻഡ് ലക്ഷറി ഗുഡ്സ് ആർ പ്രൈസ് ഇലാസ്റ്റിക്. നേരെ മറിച്ച് ആർഭാടപൂർണമായ വസ്തുക്കൾ അവ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിക്കാണ്. വില ചെറുതായൊന്ന് കുറയുമ്പോൾ തന്നെ ജനങ്ങൾ കൂടുതൽ അത് ഡിമാൻഡ് ചെയ്യുന്നു. വില ചെറുതായൊന്ന് കൂടിയാൽ ജനങ്ങൾ തീരെ അത് ഡിമാൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. കാരണം അതൊന്നും അത്യാവശ്യ വസ്തുക്കളല്ല. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ലക്ഷറി ഗുഡിൻ്റെ വില കൂടിയാൽ ഈസ് ലൈക്ലി ടു കോസ് എ മോർ ദാൻ പ്രൊപ്പോർഷണേറ്റ് ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ബോട്ട്.
വില ചെറുതായെന്ന് കൂടിയാൽ അതിനേക്കാൾ വലിയ അളവിൽ പ്രൊപ്പോർഷനിൽ എന്ത് കുറയും? അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അപ്പോൾ ഇതാണ് എന്ത്? രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ്. മൂന്നാമത്തെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് യൂസസ്. ഒരുപാട് ഉപയോഗങ്ങൾ, ഒരു വസ്തുവിന് എത്ര തരം ഉപയോഗങ്ങളുണ്ട് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി. ഉപയോഗങ്ങൾ കൂടുന്നതിന് അനുസരിച്ച് ആ വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. that means that the demand for that commodity will be elastic. ഉദാഹരണത്തിന് when the price of such a commodity increases, അത്തരത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു വസ്തുവിൻ്റെ വില കൂടിയാൽ then it is generally put to only urgent uses. വില കൂടിയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ജനങ്ങൾ അഥവാ കൺസ്യൂമേഴ്സ് അത്യാവശ്യങ്ങൾക്ക് മാത്രം ആ വസ്തു ഉപയോഗിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി. നമ്മുടെ വീട്ടിലുള്ള കറണ്ടിൻ്റെ വില വളരെ കുറവാണെങ്കിൽ നമ്മൾ AC ഉപയോഗിക്കും, ഫ്രിഡ്ജ് ഉപയോഗിക്കും, അതുപോലെയുള്ള എല്ലാ തരം ഇലക്ട്രോണിക്കൽ വസ്തുക്കളും ഉപയോഗിക്കും. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റിയുടെ വില കൂടുകയാണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ കറണ്ടിൻ്റെ വില കുറച്ചൊന്ന് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായ എല്ലാ ഉപയോഗങ്ങളും നമ്മൾ കുറക്കും. AC-യുടെ ഉപയോഗം കുറക്കും, ഫ്രിഡ്ജിൻ്റെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കും, വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം നമ്മൾ കുറക്കും. നേരെ മറിച്ച് കറണ്ടിന് വില കുറയുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം അതിനെ ഉപയോഗിക്കും. അതാണ് പറഞ്ഞത് എന്താണ്? പ്രൈസിൽ ചെറിയൊരു മാറ്റമുണ്ടായാൽ ഡിമാൻഡിൽ വലിയ തരത്തിലുള്ള വ്യത്യാസമുണ്ടാകുന്നു. എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് യൂസസ്. ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ, ഉദാഹരണത്തിന് പാല് പോലുള്ള വസ്തു മോർ ഓഫ് ഇറ്റ് വിൽ ബി ബോട്ട് ടു അലോക്കേറ്റ് ഡിഫറെൻറ്റ് യൂസസ്. നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആ വസ്തുവിനെ നമ്മൾ വാങ്ങുന്നു. ഇപ്പോൾ പാല് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു വസ്തുവാണ് പാല് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വില കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പർച്ചേസ് ചെയ്യും. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോ ആവശ്യങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. നേരെ മറിച്ച് വില കൂടുകയാണെങ്കിൽ അനാവശ്യങ്ങളൊക്കെ നമ്മൾ പരിമിതപ്പെടുത്തി അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അതിന് ഉപയോഗിക്കും. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ കമ്മോഡിറ്റി ഹാസ് ഓൺലി 1 or 2 uses, it is unlikely that a fall in its price will cause a significant increase in quantity demand. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? കുറച്ച് ഉപയോഗങ്ങളുള്ള വസ്തുവാണെങ്കിൽ അതിൻ്റെ വിലയിൽ എന്ത് മാറ്റമുണ്ടായാലും ആ വസ്തു ആ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. നാലാമത്തെ ഡിറ്റർമിനൻ്റ് ടൈം പീരിയഡ്. എന്താണ് ടൈം പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ ടൈം പീരിയഡ്. ഡിമാൻഡ് ഈസ് ജനറലി ഇൻഇലാസ്റ്റിക് ഇൻ ഷോർട്ട് പീരിയഡ്. ഇപ്പോൾ വിലയിലൊരു വ്യത്യാസമുണ്ടായി, നമുക്ക് കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറ്റുക സാധ്യമല്ല. It happens that because consumers find it difficult to change their habits in short term. ഇപ്പോൾ നമ്മൾ ഒരു വസ്തു ഒരു നിശ്ചിത അളവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ വില വർദ്ധിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറക്കുക എന്നത് നമുക്ക് സാധ്യമായൊരു കാര്യമല്ല. കാരണം അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അതിനെയാണ് എന്ത് പറയുക? ഡിമാൻഡ് ഈസ് ജനറലി ഇൻഇലാസ്റ്റിക് ഇൻ ഷോർട്ട് പീരിയഡ്. ചെറിയൊരു കാലയളവിൽ എന്താണ്? ഡിമാൻഡ് എപ്പോഴും ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അഥവാ വിലയിൽ മാറ്റമുണ്ടായാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ മാറ്റം സാധ്യമല്ല. കാരണം എന്താണ്? അത് ആ വസ്തു ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയത് കൊണ്ട് തന്നെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടതുണ്ട്. എന്നാൽ ലോങ് റണ്ണിൽ അഥവാ വലിയൊരു കാലയളവ് എടുത്ത് പരിശോധിച്ചാൽ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. കാരണം ഒരു വിലയിൽ ഒരു ചെറിയ മാറ്റമുണ്ടായാൽ വലിയൊരു ലോങ് റൺ എടുത്ത് പരിശോധിച്ചാൽ എന്താണ്? ആ ലോങ് റണ്ണിനിടയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് മാറ്റും? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുത്തും. അപ്പോൾ ടൈം പീരീഡിനനുസരിച്ച് എന്താണ്? ഇലാസ്റ്റിസിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നത്. വളരെ കുറച്ച് സമയമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ആയിരിക്കും. വലിയൊരു കാലയളവാണ് എടുക്കുന്നതെങ്കിൽ ഡിമാൻഡ് എപ്പോഴും ഇലാസ്റ്റിക് ആയിരിക്കും. അഞ്ചാമത്തേത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി. നമ്മളൊരു വസ്തുവിൻ്റെ പുറത്ത് നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം ചിലവാക്കുന്നുണ്ട് എന്ന്.
നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം ചിലവാക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതെന്തായിരിക്കും? എപ്പോഴും അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. വിലയിൽ ചെറിയൊരു വർധനവുണ്ടായാൽ അതിൻ്റെ അളവ് നമ്മൾ പൂർണ്ണമായിട്ട് കുറക്കും. വിലയിൽ ചെറിയൊരു കുറവുണ്ടായാൽ അതിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്നത് വർദ്ധിക്കും. ഇഫ് ഓൺലി എ നെഗ്ലിജിബിൾ % ഓഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഇസ് സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി. ഒരു വസ്തുവിൻ്റെ മേൽ ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് വളരെ ചെറിയൊരളവാണ് നമ്മൾ ചെലവഴിക്കുന്നതെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കമ്മോഡിറ്റി ഇസ് ലൈക്ക് ടു ബി ഇൻഇലാസ്റ്റിക്. ഇപ്പോൾ വരുമാനത്തിന് ചെറിയൊരു ഭാഗം ചെലവഴിക്കുന്ന ഒരു വസ്തു അതിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്തത് കൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് സോപ്പ്, നമ്മുടെ തീപ്പെട്ടി, ഇതൊക്കെ ചെറിയ വിലയുള്ള വസ്തുക്കളാണ്. അതിൻ്റെ വില ഒരു 10 രൂപയോ അല്ലെങ്കിൽ 5 രൂപയോ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് സച്ച് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു ശതമാനം മാത്രം ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഹാസ് നോ അപ്രിഷ്യബിൾ എഫക്റ്റ് ഓൺ ദ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിന്മേൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുകയില്ല. ദ ഗ്രേറ്റർ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി. നമ്മുടെ വരുമാനത്തിന് വലിയൊരു ശതമാനം ഏതൊരു വസ്തു വാങ്ങാൻ വേണ്ടിയാണോ ഉപയോഗിക്കാൻ വേണ്ടിയാണോ നമ്മൾ ചിലവാക്കുന്നത്, ദ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ വസ്തുവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ആ വസ്തുവിന് ഒരു ചെറിയ ശതമാനം വില വർദ്ധിച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വലിയൊരളവിൽ കുറയുക തന്നെ ചെയ്യും. അപ്പോൾ ഏതെല്ലാമാണ് 5 ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വീഡിയോ കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.